ഞങ്ങളുടെ വ്യവസ്ഥകൾ സ്വീകരിക്കുന്നോ അതോ നിങ്ങളുടെ ശേഷിച്ച ഓഫീസറുടെ ജീവൻ കൂടെ കുരുതി കൊടുക്കുന്നോ? നല്ലപോലെ ആലോചിച്ച് പറയുക. ഇത് അവസാനമായി നിങ്ങളുടെ സമർത്ഥനായ ഓഫീസറോട് സംസാരിക്കാൻ പറയാം. ജയശങ്കർ സ്പീക്കിംഗ്. എന്റെ മരണം നിശ്ചയമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു ഭീരുവായിട്ടല്ല, ഒരു പോരാളിയായിട്ടാണ് ഞാൻ മരിക്കുന്നത്. അക്രമികളെ എതിർത്ത് കീഴടക്കാൻ കഴിവില്ലാത്ത ഉദ്യോഗസ്ഥൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പറ്റിയതല്ല. എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോലീസ് ഡിപ്പാർട്ട്മെന്റ് അഭിമാനം ഒരിക്കലും ബലികഴിക്കരുത്. ദിസ് ഈസ് മൈ ലാസ്റ്റ് മെസ്സേജ്. ഗുഡ് ബൈ. ഇനിയും ഈ വാശ തുടരുന്നത് മനുഷ്യത്വമല്ല സാർ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഭാവിയെങ്കിലും നമ്മൾ ഓർമ്മിക്കണം സാർ. മരണത്തെ ഭയപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഡിപ്പാർട്ട്മെന്റിന് പറ്റിയതല്ല. കുഞ്ഞുമതാമ്മേ, ലങ്കയിലേക്കുള്ള വഴി പറ. ജീവമണി സത്യം പറ. I don't know anything. ഒരൊറ്റ ഇടിവിച്ചെന്നാണല്ലോ ചത്തുപോയ ഡാഡി സ്വർഗത്തിൽ നിന്ന് സത്യം പറയും. What's all this nonsense? Get out. Look, tell me the truth. സത്യം പറ. ലങ്കയിൽ നിന്നാണ് സംസാരിക്കുന്നത്. The last 5 minutes ആലോചിച്ച് മറുപടി പറയണം. അങ്ങയുടെ ഒറ്റ വാക്കിലാണ് ജയശങ്കറിന്റെ ജീവൻ നിലനിൽക്കുന്നത്. ദയവ് ചെയ്ത് ആരുടെ ഭീഷണിക്കും ഞാൻ കീഴ്വഴങ്ങുകയില്ല. നിങ്ങളുടെ ഓഫീസറുടെ വിലയേറിയ ജീവൻ അവസാനിക്കാൻ ഇനി 3 നിമിഷം മാത്രം. ജയശങ്കറിന്റെ മരണത്തിന് അങ്ങ് മാത്രമായിരിക്കും ഉത്തരവാദി. ഡിപ്പാർട്ട്മെന്റിന്റെ അന്തസ്സ് ഞാൻ ഒരിക്കലും ബലി കഴിക്കുകയില്ല. ഞാൻ എന്റെ ഉദ്യോഗം രാജിവെക്കുന്നു. ഹലോ ഹലോ, DO-74 സ്പീക്കിംഗ്. DO-74 മാത്യു സ്പീക്കിംഗ്. ലങ്കയിലേക്കുള്ള വഴി കണ്ടുപിടിച്ചു. പോലീസ് പാർട്ടിയെ ഉടനെ പഞ്ചവടിയിലുള്ള മിസസ് മുള്ളറുടെ റൂമിലേക്ക് അയക്കുക. ഇനി 2 നിമിഷം മാത്രം. ഇനി 1 നിമിഷം മാത്രം. 8, 7, 6, 5, 4, 3, 2.
സത്യം പറ, നീ ഭരണിയാനെന്ന് വിളിച്ചോടിയ തോന്നായില്ലേ? അന്ന് എന്നെ അറിയാവണോ നിനക്ക്? അയനിയാറ്റുടക്കിൽ അന്തോണി മാപ്പിളയുടെ മകൻ മത്തായി അറിയാവണോ നിനക്ക്? അറിയാവേ, നമ്മൾ രണ്ടുപേരും വെച്ചതല്ലയോ? ആഹാ, എടാ ഗരുഡൻ തോമ, നിന്റെ സാമർത്ഥ്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്നാലേ തിരുവേണി തോമാച്ചൻ ഇനി കുറച്ചാള് സ്ഥിരമായിട്ട് അങ്ങ് ജയിലിൽ തന്നെ താമസം ഉണ്ടാട്ടെ. കോൺസ്റ്റബിൾ, മച്ചാനെ ജയിലിലോട്ട് കൊണ്ടുപോകും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായി. അവസാനം എന്റെ ഭാര്യ തന്നെ എന്റെ ജീവനെ രക്ഷിച്ചു. എന്തെല്ലാം പരീക്ഷണങ്ങളാണ് നിനക്ക് ഞാൻ നൽകിയത്. ഭാര്യയും ഭർത്താവുമായിരുന്നു വീട്ടിൽ കഴിയണം. കള്ളനെയും കൊള്ളക്കാരനെയും പിടിക്കാൻ എന്നെയും പുറമെ വിളിച്ചാൽ ഇതായിരിക്കും അനുഭവം. സാരമില്ല, സംസാരിക്കാൻ നമുക്ക് സമയമില്ല. രാവണൻ എന്തായി നോക്കണ്ടേ? രാവണനെ പിടിച്ചോ? ആ, പിടിച്ചു. പേടിക്കേണ്ട, ചത്തു കഴിഞ്ഞു. ആ, പഞ്ചവടിയിലെ മിസ്സിസ് മള്ളറല്ലേ? അയ്യോ, ഇത് മള്ളറും കളറൊന്നുമല്ല, ഇത് റോഡ് റോളറാണ്. എടീ രാവണമതാമേ, നീ ആയിരുന്നല്ലോ ഈ പഞ്ചവടിയിലെ കൊള്ളസംഘത്തിന്റെ നേതാവ്. ഇനി ഒരാളെ കൊടുക്കട്ടെ. ആ ശരി, ഇവരെല്ലാം കൊണ്ടുവയ്ക്കുള്ളൂ. ഒരാളുടെ കാവൽ നിൽക്കട്ടെ. സത്യം പറ, നീയാണോ വിഭീഷണൻ? ഈശ്വരൻ സാക്ഷിയായിട്ട് ഞാനല്ല. പിന്നെ രാവണന്റെ ശബ്ദം എന്നുവെച്ചാല് രാവണന് വേണ്ടി ഈ മൈക്കിൽ സംസാരിച്ചു കൊണ്ടിരുന്നത് ഞാനാണ്. ഈ രാവണന്റെ മൈക്കിനെ തൂക്കിയെടുത്തോണ്ട് പോ. എടാ നൊണ്ടി ചേർന്നാനെ തെണ്ടി, നിന്റെ വണ്ടി പോലീസ് കൊണ്ടുപോ. ദേവലോകം, ദേവേന്ദ്രൻ, ലങ്കയിൽ നിന്നും ഹനുമാൻ മത്തായി സ്പീക്കിംഗ്. ലങ്ക കീഴടങ്ങുന്നു. സ്വീകരണത്തിനായി പുഷ്പവിമാനവും പുഷ്പവും ഹാരവും ബൊക്കയും ഒക്കെ തയ്യാറാക്കുക. വൈകുന്നേരം പഴവങ്ങാടിയിൽ ഗംഭീരമായ ഒരു സ്വീകരണ യോഗവും. എന്നാൽ ലഗാൻ എന്ന് തുടങ്ങട്ടെ. പാടില്ല പാടില്ല, ഇതെല്ലാം പോലീസിന്റെ കസ്റ്റഡിയിലാണ്. എന്നാൽ ഇനി പട്ടാഭിഷേകം. അത് ന്യായം.